എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇതിനിടയിൽ ഒരു ദിവസം നല്ലൊരു അടിപൊളി ചിക്കൻ മലായി ടിക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൽമാന് നല്ല ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരും ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം മസ്റ്റായിട്ട് വേണം കേട്ടോ. പിന്നെ പച്ചമുളക് ക്രഷ് ചെയ്തതാണ്, അതും കസൂരി മേത്തിയില്ലേ അത് കുറച്ചധികം എടുക്കുന്നുണ്ട്. അതൊന്ന് ഇതുപോലെ ഒന്ന് തിരുമിയിട്ട് കൊടുക്കുക. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും കൂടി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര ചിക്കൻ പീസസ് എടുക്കുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ ഏറ്റക്കുറച്ചിൽ വരുവേ. ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ ഏലക്കാപ്പൊടി ഒരു ടീസ്പൂണ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതുപോലെ വിനാഗിരിയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ വിനാഗിരി വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിത് റെഡിയാക്കുമ്പോഴേക്കും ഒന്നും കൂടി ഇതൊന്ന് ചുരുങ്ങും. അപ്പം തീരെ നമ്മൾ ഈ കറി പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നേരം വച്ചേക്കണം, അതിന് ശേഷമേ റെഡിയാക്കാം. ഇപ്പം രാവിലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാത്രി ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഇനിയിപ്പം ഇത് നമുക്ക് അടച്ച് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കണത്. പിന്നെ രാത്രി റെഡിയാക്കുന്ന ടൈമിൽ എടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കനാണ് ഇന്നിപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ എടുത്ത ഇത് കറക്റ്റ് അളവാണ് ഇത്രയും പീസ് ചിക്കന് വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റി വെക്കേ. സൽമാൻ ഓഫീസിൽ പോകാനായിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ നിസാറിക്കയുടെ ഫ്രണ്ടാണ്, ഫിലിപ്പൈൻസിൽ നിന്ന് വന്നാണ്. ഇപ്പൊ ഫിലിപ്പൈൻസിലല്ല അല്ലേ? അതെ അതെ, വൈഫ് ഫിലിപ്പൈൻസുകാരിയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. 2 മക്കളുണ്ട്. അപ്പം പിന്നെ ഞാൻ നിസാർക്കടുത്ത് പറയായിരുന്നു കേട്ടാ, ഇപ്പൊ നമ്മള് തിരുവനന്തപുരംകാരായതുകൊണ്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ അറിയണില്ല. ഇവര് ഇപ്പൊ ആവശ്യത്തിന് തൃശ്ശൂരല്ലേ സ്ഥലം എന്ന് പറഞ്ഞാൽ, ഇവര് തൃശ്ശൂരിന്ന് ഇതിനായിട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ്. തലസ്ഥാനം ഇവിടുന്ന് മാറ്റി എറണാകുളത്താക്കണം എന്ന് പറയുന്ന കാര്യം ഈ കോഴിക്കോടും മലപ്പുറത്തും കാസർഗോഡും ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കണേ ട്രിവാൻഡ്രം വരെ വരണം. അതാണ് നിങ്ങളെ ശരിക്കും പറഞ്ഞാല് ഒറ്റ ഇതിലൊന്നും അല്ലേ. ഇവര് ഈ ഒരു ആധാറിന്റെ ഇതിന് വേണ്ടിട്ട് ഫോൺ ചെയ്തും ഒക്കെ നോക്കിയെന്ന്. ഗവൺമെന്റിന്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാലോ, അനുഭവം വെച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു 3-4 വട്ടമെങ്കിലും കയറി ഇറങ്ങിയാൽ എന്തെങ്കിലും കാര്യം. അതെ, നമ്മളാണെങ്കിൽ ഈ കയറി ഇറങ്ങുന്ന അനുസരിച്ച് നമ്മള് വ്ളോഗിലൂടെ പറയാറുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളായിട്ടങ്ങ് നട്ടം തിരിക്കുന്നെങ്കിൽ അവർക്ക് 1-2 കാര്യം കൊണ്ട് നടക്കും. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ പറയാം, ഇന്ന ഡോക്യുമെന്റ്സ് വേണം, അല്ലെങ്കിൽ ഇന്ന വേണം. ഇതൊന്നും പറയില്ല. അപ്പൊ നമ്മൾ 2-3 വർഷം കഴിയുമ്പോഴാണ് അവര് പറയുന്നത്. പക്ഷെ അവരെ സൈഡിൽ തെറ്റ് പറയാൻ പറ്റൂല. അവര് വിചാരം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അല്ല, ഇത് 1.5 വർഷം മുന്നേ ആധാർ അപ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇത് ഞാൻ ഇവര് വിളിക്കുമ്പോ ഇവര് എല്ലാ തവണ വിളിക്കുമ്പോഴും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പലതരത്തിലൊക്കെയാണ് പറയുന്നത് കസ്റ്റമർ സർവീസ് വിളിക്കുമ്പോ. അതാണ് അതിന്റെ എന്താണ് അതിന്റെ ആധാർ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാം അപ്രൂവ് ആയി, പക്ഷെ പ്രിന്റ് വരെ ഭയങ്കര ഡിലേ. അവസാനം വിളിച്ചു ചോദിച്ചപ്പോഴാണ് അത് ഏതോ ഇതില് സ്റ്റക്കായി നിൽക്കുകയാണ്. പിന്നെ 2 പ്രാവശ്യം ഫോൺ വഴി ഫോളോ അപ്പ് ചെയ്തപ്പോഴത്തേക്ക് ആരൊക്കെ ഇടപെട്ടിട്ട് അതിനെ കുറച്ച് പാസ്സാക്കി കുറച്ച് നല്ല ഡിലേ ആയിട്ടാണ് നമുക്ക് ആധാർ കിട്ടിയത്. ഇപ്പൊ കാണിക്കുന്നത് ടെക്നിക്കൽ ഇഷ്യൂ ആണ് കാണിക്കുന്നത്. അപ്രൂവ്ഡ് ആണ്. എനിക്ക് ഏകദേശം അതേപോലെ സനക്ക് ആധാർ എടുത്തപ്പോഴത്തേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് എന്നല്ലേ പറയാം. ടെക്നിക്കലായിട്ട് കുറെ ഇഷ്യൂ വരും. പക്ഷെ അവര് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത് കേസ് ടു കേസ് ആയിട്ട് എടുക്കും അവര്. ചിലപ്പോ ശരിയോ. പുള്ളിക്കാരെ പറയുന്ന കേട്ടാ, ഫിലിപ്പൈൻസില് ഇവർക്ക് കേരള ഫുഡ് കഴിക്കണമെന്ന് തോന്നുമ്പോ നിസാറിക്കടുത്താണ് പോണെന്ന്. അന്നൊക്കെ നിസാറിക്ക അത്യാവശ്യം വേണ്ട, ഞാൻ എഴുതി കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്നെ വിളിച്ച് ചോദിക്കും, എന്നാലും കുക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറയും ഹുസൈറും അവരൊക്കെ വരുമ്പോഴേക്കേ, അസീസ് ഇവരൊക്കെ വരുമ്പോഴാണ് നിസാറിക്കൊക്കെ വെച്ചാൽ ആൾക്കാര് ഇങ്ങനെ ഭക്ഷണം കഴിപ്പിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അന്ന് ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമായിരുന്നു. കഴിക്കില്ല. ഉസേർ വന്ന് ഒരു ചോറ് കഴിയണമെന്ന് പറഞ്ഞാൽ അവൻ ചിക്കനെ കഴിക്കുള്ളൂ. കീറ്റോ അന്ന് കീറ്റോ ഫോളോ ചെയ്യുന്ന സമയമാണ്. എന്നിട്ട് പറയുകയാണ്, ഒരു കപ്പ് ചോറ് കഴിക്കാം, പക്ഷെ ഞാൻ ഇന്ന് 2 കിലോമീറ്റർ നടക്കും. അത്ര ഇതായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. ഉസേറിനെ കണ്ടിട്ട് തന്നെ
ഇപ്പം ഒരു കൊല്ലത്തിൽ കൂടുതലായി. അപ്പൊ പുള്ളിക്കാരൻ വന്നതല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന്. അപ്പൊ നിസാർക്ക് ചോദിച്ചു ഇവിടെ ലുലു കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിസാർക്ക് പറഞ്ഞു എനിക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, നമുക്ക് പുറത്തു പോവാം, ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരത്തിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ശരിയാണല്ലോ, അതായത് നമ്മളുടെ തിരുവനന്തപുരത്തിൽ അധികം വരാത്തവർക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോഴേക്കും നമുക്കല്ലേ അറിയുന്നത് ഇവിടുത്തെ ഏതൊക്കെയാണ് നല്ല നല്ല സ്ഥലങ്ങൾ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ വൈകുന്നേരം 4 മണിക്ക് വന്ദേ ഭാരതിൽ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു റബ്ബേ, അപ്പം നമ്മൾ ലുലു മോളിലേക്കാണ് പോകണമെങ്കിൽ അവിടെ മാത്രം കറങ്ങാനേ പറ്റത്തുള്ളൂ. കാരണം പിന്നെ നമുക്ക് ഇപ്പം മ്യൂസിയം ആയാലും ശംഖുമുഖം ആയാലും ഒന്നും പോകാനുള്ള ടൈം കിട്ടത്തില്ല. എന്തായാലും പറ്റുന്നിടത്തോളം നമുക്ക് ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയേനെ. സനുവിന്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല എന്നാണ് പറയണ കേട്ടാ ചില ആൾക്കാർ. അതല്ല, നീ എപ്പോഴും പറയാ കൊച്ചു ഭയങ്കര ഹാപ്പി, നമ്മളാ ഹാപ്പി മൂമെന്റ്സ് കണ്ടിട്ട് വീഡിയോ എടുക്കുമ്പോ അവള് സീരിയസ് ആയിട്ട് ഇരിക്കണം. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം അതൊന്നും അല്ല. വെറും 1.25 വയസ്സുള്ള കുഞ്ഞിനെ അതിന്റെ ഹാപ്പിനെസ്സും ഹാപ്പി ഇല്ലാത്തതും ഒക്കെ പറയുന്ന ആൾക്കാർ. പിന്നെ ഞാൻ നിസാർക്ക ഫിലിപ്പൈൻസിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഏകദേശം ഒരു 3 വർഷത്തോളം നിസാർക്ക ഫിലിപ്പൈൻസിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ മലയാളികൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർ അല്ലായിരുന്നു കേട്ടോ. കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂര് അങ്ങോട്ടൊക്കെ ഉള്ളവരായിരുന്നു കേട്ടോ കൂടുതൽ ആൾക്കാരും. അപ്പം അവര് പറയാറുണ്ട് കേട്ടോ. അപ്പം അവരുടെ അതായത് വീക്കെൻഡ് ആകുമ്പോഴേക്കും നിസാറിക്ക അടുത്ത് ചെല്ലുമ്പോഴാണ് നിസാറിക്ക ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നതെന്ന്. കാരണം നിസാറിക്കക്ക് ഫിലിപ്പൈൻസിലായിരുന്നുവെങ്കിലും നിസാറിക്ക അവിടുത്തെ ഫുഡ് കഴിക്കുകയോ ടേസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഒരു അറബിക് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വല്ലപ്പോഴും പോയി കഴിക്കും എന്നല്ലാതെ നിസാറിക്കക്ക് അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ സ്വന്തമായിട്ട് തന്നെയാണ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഉണ്ടാക്കുമ്പോൾ ഇവരെയൊക്കെ വിളിക്കും കഴിക്കാനായിട്ടിട്ട്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്ക് ഇതേ നമ്മൾ ലുലു മോളിലെത്തി. ഇപ്പം വർക്കിംഗ് ഡേ ആണെങ്കിലും അത്യാവശ്യം നല്ല റഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ തന്നെ അവിടെ കാർ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു കാർ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മുൻപൊക്കെ നമ്മളിങ്ങനെ മോളെയും കൊണ്ട് വരുമ്പോഴേക്ക് അവള് നമ്മളെ കയ്യിൽ കൂടുതൽ കണ്ടിട്ടില്ലേ എടുത്തോണ്ട് പോയി അല്ലേ നമ്മൾ നടക്കണത്. ഇപ്പം അതല്ല കേട്ടോ, അവൾക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കണം. അപ്പൊ ഈ ട്രെയിൻ കണ്ട വഴി ഇപ്പൊ അവൾക്ക് അതിൽ കയറണം എന്നുള്ള രീതിയിലാണ്. അതിപ്പം അവര് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ലേ. അപ്പൊ ഒന്നിരിക്കണം എന്ന് ഇങ്ങനെ ആക്ഷൻ കാണിച്ചാണ് എല്ലാം പറയണത് കേട്ടോ. അങ്ങനെ ഞാന് മോളെ അതിലേക്ക് കയറ്റി ഒന്ന് ഇങ്ങനെ നിർത്തിയണേ. കുഞ്ഞുങ്ങളുടെ ഓരോരോ സന്തോഷങ്ങളല്ലേ, അന്ന് സന്തോഷിക്കട്ടെ. ഇപ്പൊ ട്രെയിൻ മൂവ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ, അതവിടെ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. കാരണം ആൾക്കാർ ആയാൽ മാത്രമേ ഇവരിത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പൊ അവൾക്ക് ഒരിടത്ത് ഇരുന്നപ്പോഴേക്ക് അടുത്ത കമ്പാർട്ട്മെന്റിൽ പോകണം. ഈ കളർ കണ്ടോ, ഈ കളറൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ അട്രാക്ട് ചെയ്യുന്ന കളേഴ്സ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇതിൽ കയറണം അതിൽ കയറണം എന്നൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ നിസാറിക്കയുടെ ഫ്രണ്ടിന് 2 മക്കളാണുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ മക്കൾക്കുള്ള അവിടെ നോക്കുന്ന സമയത്ത് ഞാനിവിടെ വന്ന് നോക്കിയതാണ്. അപ്പൊ നല്ല കളറുള്ള ഡ്രസ്സൊക്കെ ഞാനിവിടെ കണ്ടു. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതൊക്കെ കണ്ടാൽ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ. നല്ല സൈസ് കുറഞ്ഞ് മെലിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ എന്തെല്ലാം മോഡലിലുള്ള ഡ്രസ്സുകൾ ഉണ്ടെന്നോ. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ, വരുമ്പോഴേക്കും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുവേ. ചില സമയം വരുമ്പോഴേക്കും ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ എനിക്കിപ്പം ഡ്രസ്സൊന്നും വാങ്ങിക്കേണ്ടതല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സെഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും പുതിയ പ്ലാൻസോ അങ്ങനെ എന്തെങ്കിലും നല്ല ഒറിജിനാലിറ്റി ഉള്ളതൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാനിങ്ങനെ വന്ന് നോക്കും കേട്ടോ. അപ്പം ഈ ഒരു പോട്ട് ഞാൻ കാണിച്ചപ്പോഴേക്കും സാറിക്കാറ് ഞാൻ അതിന് ഹൈറ്റ് കുറവല്ലേ, അത്ര ഒരു സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനും നോക്കിയപ്പോഴും ശരിയാണ്, അതത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും വീണ്ടും സനമോൾക്ക് ഒന്ന് ഇരിക്കണം കേട്ടോ. അത് ഈ ഒരു ഇവിടെ തന്നെ ഇരിക്കണം, ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചോണ്ടിരുന്നതാണ്. അവൾക്കൊരു സമാധാനം ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അവിടെ ഇരുത്തിയപ്പോഴേക്ക് ആളിന് ഒരു സമാധാനം കിട്ടിയതുപോലാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു വരുന്ന വഴിയായപ്പോഴേക്കും ആ ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവളിങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കണേ. അപ്പം
ആ ടോയ്സ് ഷോപ്പ് കണ്ട, ആദ്യം അവൾ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ തിരിഞ്ഞ് അവളെ ഓടി ഈ ടോയ് ഷോപ്പിന്റെ അകത്തേക്ക് അങ്ങ് കയറിയിട്ടാ. അപ്പൊ ഫാബി മോൾ അവളെ പിടിക്കാനായിട്ട് പോവാണേ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട വിട്ടേക്ക്, അവൾ എന്ത് ചെയ്യുന്നൊന്ന് നോക്കട്ടെ എന്ന് കരുതി. അപ്പൊ ദേ ഈ ഡോളിന്റെ അടുത്തൊക്കെ സാധാരണ അവൾക്ക് ഡോളൊന്നും വലിയ പ്രിയമില്ല. ഇന്നിപ്പോ ദാ ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ എടുക്കണേ, എന്നിട്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുകയാണ്. അപ്പൊ അടുത്ത ഡോൾ ഇങ്ങനെ എടുക്കുന്നു, എന്നെ ഇത് കാണിച്ചിരേണ് ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി അതിന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ്. അങ്ങനെ പിന്നെ അവളെ വിളിച്ചോണ്ട് ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ എനിക്ക് ബോഡി വാഷ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പൊ ഞാന് അത് നോക്കാമെന്ന് എഴുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ എൻ്റെ കയ്യിൽ തൊട്ട് മുന്നേ ഉണ്ടായിരുന്നത് തീരാറായി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പൊ അത് തീരുന്നതിന് മുൻപ് അടുത്തത് വാങ്ങിക്കാന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള, അതായത് എൻ്റെ കയ്യിലുള്ള ഒരു ടൈപ്പാണ് ഞാൻ നോക്കിയത്. പക്ഷെ ആ ഒരു സ്മെല്ലുള്ളത് ഇവിടെ ഇല്ലായിരുന്നു. വേറെ നല്ല നല്ല സ്മെല്ലുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. അതായത് വില കേട്ടാൽ ഞെട്ടിപ്പോകും കേട്ടോ, 7,000 ഒക്കെ. അപ്പം അത്രയൊന്നും എന്തായാലും അതൊക്കെ ഒരു അധികം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വേണ്ട, എനിക്കൊരു നോർമൽ ടൈപ്പ് മതി എന്ന് എഴുതിയിട്ട് തൊട്ടടുത്തൊരു ഷോപ്പിൽ വന്നേ. അതിൻ്റെ തന്നെ ഫ്രണ്ടിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഇവർ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തന്നെ കേട്ടോ. ഇത് ബോഡി വാഷ് അല്ല, ഇതൊരു ക്രീമാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ മണമല്ല കേട്ടോ അതിന് വന്നിട്ട് നമ്മളുടെ ഈ ആപ്രിക്കോട്ടിൻ്റെ മണമാണ് എനിക്ക് ഫീൽ ചെയ്തതേ. അപ്പോൾ അവർ പറയേണ്ട ഓരോരുത്തരുടെ ബോഡിക്ക് ചില സ്മെല്ലുകൾ അങ്ങനെയൊക്കെ വരും. എന്തായാലും ഞാൻ ആ ഒരു ക്രീം എടുത്തു, പക്ഷേ എനിക്ക് ബോഡി വാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയത്തില്ലേ, നമ്മളിപ്പം എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതി എനിക്കില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാനത് വാങ്ങിക്കത്തുള്ളൂ. അപ്പം നിസാറിക്ക് പറഞ്ഞു ഇത്രയും ഉണ്ടായിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഇല്ലയെന്ന്. ചില സമയം അങ്ങനെയൊക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ട്രെയിൻ പോകുമ്പോഴേക്ക് ഇതാ നമ്മുടെ സനമോള് നോക്കിക്കേ, വാപ്പാന്ന് പറഞ്ഞാൽ അതിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനിടയിൽ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു വൈഫും മക്കളും അവരെയൊക്കെ കൂട്ടാത്ത എന്തായിരുന്നു. അപ്പം നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇദ്ദേഹം വരും എന്നുള്ള കാര്യം. അപ്പൊ വന്ന ശേഷമാണ് നമ്മളെ വിളിക്കുന്നത്, നിസാറിക്ക പോയി കൂട്ടിയിട്ട് വരുന്നത് കേട്ടോ. അപ്പോഴേക്ക് പറഞ്ഞ ഇൻഷാല്ലാ ഇനി അടുത്ത തവണ വരുമ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം വൈഫിന് തീരെ മലയാളം അറിയത്തില്ല എന്ന് പറഞ്ഞ്, മക്കൾക്ക് കുറച്ചൊക്കെ അറിയാം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോഴേക്ക് നോക്കുമ്പോൾ ലഞ്ചിൻ്റെ ടൈമായി. അപ്പം നിസാറിക്ക പറഞ്ഞ എന്തായാലും നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ഇനി പോകാം. കാരണം ഇവിടെ അറിയാമല്ലോ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും. ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ വന്ന നല്ലൊരു ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ അധിക താമസമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങി കറങ്ങാന്ന് വിചാരിച്ച്. പിന്നെ മോളിലൊക്കെ വരുമ്പം ഉള്ള ഇതെന്തെന്ന് വെച്ചാൽ സമയം പോണതേ അറിയത്തില്ല. അതായത് നമ്മൾക്കിപ്പം ഒരു 5-6 കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് നമ്മളൊരു മോളിലാണ് ഫസ്റ്റ് കയറുന്നതെങ്കിൽ ആ മോളിൽ തന്നെ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാവും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സമയം പോണത് അറിയത്തേയില്ല കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കുണ്ട് നിസാറിക്ക പറഞ്ഞ് ഇനി നമുക്ക് താഴെ പോവാം. അപ്പം ഈ വന്ന വഴിക്ക് പുള്ളിക്കാരനെ ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് കരുതി. അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്നാ, എനിക്ക് കുറച്ച് സാധനങ്ങളും എടുക്കാനുണ്ട്. പക്ഷെ നമ്മളങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് ഞാൻ ലിസ്റ്റൊന്നും എഴുതിയിട്ടൊന്നും അല്ല കേട്ടാ വന്നത്. അപ്പം ഇങ്ങനെ ഓരോ റാക്കിൽ കാണുമ്പോഴാണ് ഇന്ന സാധനം എടുത്തില്ലല്ലോ, ഇത് നമുക്ക് വേണ്ടതാണല്ലോ, അത് മറന്നുപോയല്ലോ എന്ന് ഒക്കെ കരുതിയിട്ട് ഇവിടെ വന്നപ്പോഴേക്ക് വേറൊരു ബോഡി വാഷ് കണ്ടു, അതെടുത്തു. തൽക്കാലത്തേക്ക് അതുകൊണ്ട് സംതൃപ്തി അടയാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളുടെ സനമോള് ആദ്യമൊന്നും ഈ ട്രോളിയിൽ ഇരിക്കത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന് നിൽക്കുമ്പോഴേക്ക് ഭയങ്കര ഒരു വിഷമം പോലെ ആയിരുന്നു അവൾക്ക്. ഇപ്പൊ പിന്നെ ഓക്കെ ആയി കേട്ടോ. അതിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നമ്മളിങ്ങനെ കൊണ്ട് കറങ്ങുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം പിന്നെ ഈ സാധനങ്ങൾ നമ്മൾ ഈ റാക്ക് ഇതിനടുത്ത് വെക്കുകയാണെങ്കിൽ അവളെല്ലാം വലിച്ച് ഈ ട്രോളിക്കകത്ത് ഇട്ട് കളയും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കുക്കിങ്ങിന് വേണ്ടത് കേട്ടോ. അപ്പൊ സ്പെഷ്യൽ കുക്കിങ്ങിനായിട്ടുള്ള ഇപ്പം നമുക്ക് ചിലതിന് ലെഗ് ആയിരിക്കും വേണ്ടത്, ചിലതിന് തൈ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള പീസുകൾ കുറച്ച് അധികം വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ വന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ കയ്യിൽ മുളകൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഫാബി മോളെടുത്ത് പറഞ്ഞ് നമുക്ക് കുറച്ച് മുളക് കൂടി എടുക്കാൻ. അപ്പം ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇഞ്ചിയൊക്കെ എടുക്കണം. അപ്പം നിസാറൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് ഇറങ്ങിക്കോ, ഇനി ഇവിടെ ബില്ലൊക്കെ പേ ചെയ്ത് വിട്ട് വേണ്ടേ നമുക്ക് പോകാനായിട്ട്. പുള്ളിക്കാരന് 4 മണിക്ക് ട്രെയിൻ എടുക്കും. അപ്പം അതിനു മുൻപ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുകയും വേണം.
അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച് നമ്മൾ ഈ ലുലു മോളൊന്നെല്ലാം കൊണ്ട് കറക്കിയ ശേഷം മ്യൂസിയത്ത് കൊണ്ടുപോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ലുലു മോളിൽ നിന്ന് ആദ്യം നമുക്ക് ശംഖുമുഖം കാണിക്കാം, അത് കഴിഞ്ഞ് മ്യൂസിയം കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെ കരുതിയാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ ഇപ്പം ലുലു മോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ടൈം ഇത്രയും ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ ലുലു മോളല്ലേ, അപ്പം എല്ലായിടം ഒന്ന് ഇങ്ങനെ കറങ്ങി കാണിക്കായിരുന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അപ്പം ഇപ്പോൾ കറക്റ്റ് ടൈം ആയി കേട്ടോ. അപ്പം പിന്നെ ഹൈവേ പിടിച്ചിട്ട് നമുക്ക് പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് അങ്ങ് പോയാൽ മതിയല്ലോ. ഇനിയിപ്പം വേറെ കറങ്ങാനുള്ള സമയം ഒന്നുമില്ല കേട്ടോ. എപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ ദൂരത്തുള്ള ആരെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ കൊണ്ടുപോയി എല്ലായിടവും കാണിക്കാൻ നോക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ തലസ്ഥാന നഗരിയിൽ എപ്പോഴും വരാത്തവരാകുമ്പോഴേക്ക് ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക് അറിയാൻ പറ്റും അവരെ എവിടെയൊക്കെ കൊണ്ടുപോകാം, അവർ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഏതാണ് എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഇതിപ്പം ഞാൻ പറഞ്ഞു ഇനി മക്കളും ഒക്കെ ആയിട്ട് വരും, നമുക്ക് ഈ പറയുന്ന കോവളവും പൊന്മുടിയും എല്ലാ സ്ഥലവും ഞങ്ങൾ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. ഇവിടെ നല്ല റഷ് ഉണ്ടായിരുന്നേ. അകത്ത് കയറിയ നടക്കൂല, നമുക്ക് വെളിയിൽ ഇറക്കില്ല. നല്ല റഷ് കേട്ടോ. ഓ അസ്സലാമലൈക്കും. അപ്പം എല്ലാരെയും കൂട്ടിയിട്ട് വരണം കേട്ടോ ഒരു ദിവസം. ശരി എന്നാ, അസ്സലാമലൈക്കും. എനിക്കില്ല ഇറങ്ങാൻ പറ്റില്ലേ. ശരി എന്നാ, ഓക്കെ എന്നാ, അസ്സലാമലൈക്കും. ഓ അസ്സലാമലൈക്കും. തിരക്ക് കാരണം ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് വിടാനായിട്ട് പറ്റിയില്ല. അതിന്റെ വെളിയിൽ റോഡിലാണ് ഞങ്ങളിപ്പം പുള്ളിക്കാരനെ ഇറക്കിയത്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും ഫാമിലി ആയിട്ട് ഉടൻ വരണം എന്ന് പറഞ്ഞു. അപ്പം ഇൻഷാല്ലാ ഉടൻ വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇതിനിടയിൽ വീഡിയോ കോൾ ചെയ്ത് വൈഫിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നേരെ വീട്ടിലേക്കാണ് പോകാനുള്ളത്. സത്യം പറഞ്ഞാൽ സമയം പോണതേ അറിഞ്ഞില്ലായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം. നമുക്കാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പം ഇതുപോലെ കൊണ്ടുപോയി കാണിക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ. പുള്ളിക്കാരൻ നമ്മളെ വീട്ടിലോട്ടും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഉടൻ ഞങ്ങളെ അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട, നടക്കും എന്ന് തോന്നുന്നില്ല, ഇൻഷാല്ലാ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാനിപ്പം നമ്മുടെ സലു വരുന്നതിന് മുൻപാണ് ഞാനിപ്പം ഇത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തത് കേട്ടോ. ഫ്രിഡ്ജിലാണ് നമ്മളിത് വെക്കുന്നത്. എന്നിട്ട് നമ്മളിനിയിപ്പം ഗ്രിൽ റാക്ക് എടുത്ത് വെച്ചിട്ട് ആ റാക്കിൻ്റെ മുകളിൽ ഇത് വെച്ചു. കറക്റ്റ് മസാലയായിരുന്നു, ഒട്ടും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഓവൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പ്രീ ഹീറ്റ് ചെയ്യണമല്ലോ. എന്നിട്ട് അതിൻ്റെ ഈ ഡിപ്പ് ട്രേ ഉണ്ടല്ലോ, ഡിപ്പ് ട്രേയിൽ ഞാൻ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കേ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇപ്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ആയാലും മതി കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ തൊട്ട് മേളത്തെ റാക്കിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കണം എന്തെന്ന് വെച്ചാൽ ഇതങ്ങ് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. നല്ല ഒരു ജ്യൂസി പരുവത്തിൽ നമുക്കിത് കിട്ടും, അതിനാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു 15 മിനിറ്റാണ് വെച്ചത്. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ റാക്ക് നീക്കിയിട്ട് ഇനിയിപ്പം ഈ ചിക്കൻ എല്ലാം ഒന്ന് മറച്ചു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എളുപ്പമാണ്. ഇതുപോലെ അങ്ങ് നീക്കി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് ഇതൊന്ന് മറച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി. കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ എല്ലാം മറച്ചു വെച്ച് കൊടുക്കാം. ശരിക്കും ഇങ്ങനെ ഒരു ചിക്കനും അതിൻ്റെ കൂട്ടത്തിൽ സാലഡ് ഉണ്ടല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡും ഉണ്ടെങ്കിൽ ഡിന്നർ അടിപൊളിയാക്കാം. വേറെ അതിൻ്റെ കൂടെ പലഹാരമായിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനും ഈ ഒരു സാലഡും മാത്രം മതിയാവും കേട്ടോ. ഇന്നിപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഓവൻ അടച്ചിട്ട് വീണ്ടും ഞാനൊരു 15 മിനിറ്റ് വെച്ച് കേട്ടോ. അപ്പോൾ ടോട്ടൽ 30 മിനിറ്റ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനൊന്ന് അത് നന്നായിട്ട് ചൂടായിരിക്കണം, അതിലേക്കൊന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണേ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുത്താൽ മതി. പക്ഷെ ബട്ടർ തേച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും കേട്ടോ. അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുള്ള ചിക്കൻ മലായി ടിക്കയാണ്. എന്തായാലും അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ
ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് പാനിൽ ചെയ്താൽ മതി. അപ്പം ഇത് നമുക്ക് പാനിൽ ഉണ്ടാക്കണത് വേണം എന്നുള്ളവർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെ ഇതേ നമ്മളുടെ വീണ്ടും ഞാനൊരു 2 മിനിറ്റ് വെച്ചതേ ഉള്ളൂ കേട്ടോ. ആ ബട്ടർ ഒന്നും കൂടി ഒന്ന് ഇതാവാനായിട്ട് ഇതാണ്ട കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മലായി ചിക്കൻ ടിക്കയും ഇവിടെ അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുവരുതേ. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചപ്പാത്തിയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം? എന്തായാലും നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.